വെൽക്കം ടു ICD ഇൻട്രൊഡക്ഷൻ. സോ നമ്മളിന്ന് ICDയുടെ ഇൻട്രൊഡക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഓൾറെഡി ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ICD എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആണ്. നമുക്ക് CPC എക്സാമുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷനുമാണ്. എല്ലാവർക്കും അറിയാം CPC എന്ന് പറയുന്നത് 100 മാർക്കിന്റെ 4 അവർ എക്സാം ആണ്. ഇതിൽ ICDക്ക് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ്ലി 5 മാർക്കാണ് ഉള്ളത്. ഇത് കൂടാതെ CPT കോഡുകളുടെ കൂടെയും നമ്മൾ ICD വരും. നമ്മൾ 5 മാർക്ക് എന്നുള്ളതല്ല, ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും വെറുതെ കളയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ CPTക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ICDക്കും കൊടുക്കണം. നമ്മൾ ICD ആയാലും ശരി CPT ആയാലും ശരി, ഗൈഡ് ലൈനുകൾ പഠിക്കുന്നതിന് മുമ്പ് ടെക്സ്റ്റ് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിൽ പറയുന്ന കുറേ കീവേഡുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ആ ഒരു കൺവെൻഷനുകളിലൂടെയാണ് നമ്മൾ എങ്ങനെ ഈസിലി എലിമിനേറ്റ് ചെയ്ത് കോഡിലേക്ക് എത്തണം എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയ നോട്ട്സുകൾ നോക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർലി അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഈസിലി കോഡ് എടുക്കാൻ പറ്റും. ഇതറിയാതെ നമ്മൾ എന്താ പറയുക, ഗൈഡ് ലൈൻ മാത്രം പഠിച്ചാലും നമുക്ക് കോഡ് എടുക്കാൻ സാധിക്കില്ല. എന്താണ് ആൽഫബറ്റിക് ഇൻഡെക്സ് എന്നും എന്താണ് ടാബുലാർ ലിസ്റ്റ് എന്നുള്ളതും നോക്കാം. എല്ലാവർക്കും അറിയാം ICD എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പാർട്ടിനെ ആൽഫബറ്റിക് ഇൻഡെക്സ് എന്നും സെക്കൻഡ് പാർട്ടിനെ ടാബുലാർ എന്നുമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കിവിടെ ഒരു ഇമേജ് കാണാൻ സാധിക്കും. സോ ഈ ഇമേജിൽ ആൽഫബറ്റിക്സ് ഇൻഡെക്സിന്റെ തൊട്ട് താഴെ ഒരു ആൽഫബറ്റിക് ഇൻഡെക്സിന്റെ ഒരു ചെറിയൊരു ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പേജാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാർട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കണ്ടീഷനുകൾ ആദ്യവും കോഡ് രണ്ടാമതും എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ ടാബുലാറിലേക്ക് വരുമ്പോൾ അത് തിരിച്ച് കോഡ് ആദ്യവും കണ്ടീഷൻ രണ്ടാമതും എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൽഫബറ്റിക് ഇൻഡെക്സിനെ നമ്മൾ എക്സാക്ട്ലി നമ്മൾ കുഞ്ഞിലേക്ക് യൂസ് ചെയ്യുന്ന ഡിക്ഷണറിയുമായിട്ട് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഡിക്ഷണറിയിൽ ഒരു വേർഡ് അതിന്റെ മീനിങ് നേർക്ക് കിടക്കും എന്ന് പറയുന്ന പോലെ തന്നെ വേർഡ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അതിന്റെ നേർക്ക് അതിന്റെ കോഡായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓർഡറും അതുപോലെ തന്നെ ABCD എന്ന് പറയുന്ന ഓർഡറിൽ തന്നെയാണ് കണ്ടീഷനുകൾ അതിലുണ്ടാവുക. ഇപ്പോൾ ഒരു ഡെർമറ്റൈറ്റിസ് ആണെങ്കിൽ ABCD D എന്ന് പറയുന്ന ഓർഡറിൽ തന്നെയാണ് നമ്മൾ പോയി നോക്കേണ്ടത്. ടാബുലാറിലും അതുപോലെ തന്നെയാണ് ABCD എന്ന ഓർഡറിലെ കോഡുകളായിരിക്കും കൊടുത്തിട്ടുള്ളത്. A കോഡുകൾ ആദ്യം, B കോഡുകൾ രണ്ടാമത് എന്നുള്ള രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇനി നമ്മളൊരു എക്സാം പർപ്പസ് എന്നുള്ള രീതിയിൽ നമുക്ക് 4 ഓപ്ഷനുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആൽഫബറ്റിക് ഇൻഡെക്സിൽ എത്താതെ തന്നെ നമുക്ക് ടാബുലാറിൽ നിന്നും ഈസിലി കോഡ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത് ടാബുലാറിൽ നിന്നും കോഡ് എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ബാക്കി കൺവെൻഷനുകൾ ആരൊക്കെയാണ്, എക്സ്ക്ലൂഡ് 1, 2, യൂസ് അഡീഷണൽ, കോഡ് ഫസ്റ്റ്, ഡിസീസ് ക്ലാസിഫയർ, ഇവരൊക്കെ എന്താണെന്ന് ക്ലിയർലി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കോഡിലേക്ക് എത്തുക എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഈ കണ്ടീഷൻ നമ്മൾ ആൽഫബറ്റിക് ഇൻഡെക്സിൽ പോകുന്നു, അത് നേരിട്ടുള്ള ഒരു കോഡ് കണ്ടുപിടിക്കുകയും ഈ കോഡ് ടാബുലാറിൽ വന്നിട്ട് നമ്മൾ കൺഫേം ചെയ്യുകയും ചെയ്യണം. എന്തിനാണ് കോഡ് കണ്ടുപിടിച്ചാൽ വീണ്ടും നമ്മൾ ടാബുലാറിൽ വന്ന് കൺഫേം ചെയ്യുന്നത് അല്ലേ. ചിലപ്പോൾ കോഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആൽഫബറ്റിക്കിൽ ഒരു മെയിൻ ടേം, സബ് ടേം എന്നൊക്കെ പറയുന്ന പോലെ കോഡുകളിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും T36.0 അല്ലേ. ഇതിനെ വീണ്ടും ഇങ്ങനെ സബ് ടേം പോലെയാണ് കൊടുത്തിട്ടുള്ളത്. സബ് ടേം അല്ലെങ്കിൽ സബ് കോഡുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആണോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം അതിന്റെ സബ് കോഡുകളാണ്. T36 അല്ലേ, T36 എന്ന് പറയുന്നതിന്റെ സബ് കോഡുകളായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ സബ് കോഡുകളായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ചിലപ്പോൾ നമ്മുടെ ആൽഫബറ്റിക്കൽ സബ് കോഡ് അല്ല, അതിന്റെ മെയിൻ കോഡ് മാത്രമേ തരുള്ളൂ. ചിലപ്പോൾ ആൻസർ സബ് കോഡ് ആണെങ്കിൽ അത് നമ്മൾ ടാബുലാറിൽ വന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് ആൽഫബറ്റിക് ഇൻഡെക്സും ടാബുലാറും. നമുക്കിനി എന്ത് ചെയ്യാം, കുറച്ച് നോട്ടുകളിലേക്ക് പോവാം. അതിന് മുമ്പായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതൊരു ടാബുലാറിലെ കോഡാണ് R31 ഹെമറ്റോറിയ. നിങ്ങൾക്ക് ഇവിടെ ഇതിനു മുന്നായി ഒരു നമ്പർ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു റൗണ്ടിൽ ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ക്ലിയർ. 4th എന്നാണ് കേട്ടോ, നമ്പർ 4th എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹിയർ ഓൾസോ 5. ഇത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഒരു R31ന്റെ തൊട്ട് മുന്നിൽ 4 എന്ന് പറഞ്ഞാൽ അവിടെ 4 ക്യാരക്ടേഴ്സ് നീഡഡ് ആണ് കോഡ് ചെയ്യാൻ എന്നുള്ളതാണ്. 4 ക്യാരക്ടർ ഇല്ലെങ്കിൽ ആ കോഡ് തെറ്റാണ്, അല്ലെങ്കിൽ അത് അക്സെപ്റ്റബിൾ അല്ല. ഈ R31 നിങ്ങൾ നോക്കുമ്പോൾ 1, 2, 3 3 ഉള്ളൂ അല്ലേ. ഇവർ പറയുന്നു അപ്ലൈ ചെയ്യണമെങ്കിൽ 4 വേണം. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കണം, ഇവർക്ക് സബ് ടേമുകൾ ഉണ്ടോ എന്ന് നോക്കണം. ഒരാളുടെ സബ് ടേം എന്ന് പറഞ്ഞാൽ എന്താടാ, R31 അതിൽ തുടങ്ങി ബാക്കി എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. ഇവിടെ നമുക്ക് ഇതാണ് 2 സബ് ടേമുകൾ ഉള്ളത്. R31.0
അപ്പൊ ഇവര് 4 ഇല്ലേ? അപ്പൊ ഈ 4 എന്ന് പറയുമ്പോൾ ഈ സബ് ടേം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ R31ൽ 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. 4 വേണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ 3 ഉള്ളത് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എന്തിനാണ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് വെക്കുന്നത്? ഒരു ഓപ്ഷൻ R31, ഇന്നൊരു ഓപ്ഷൻ R31.0. നിങ്ങൾക്ക് ഈസിലി ആ R31 എലിമിനേറ്റ് ചെയ്യാം. കാരണം അത് 4 ക്യാരക്ടർ ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ പിന്നീട് R31 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ക്യാരക്ടർ വൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇതിപ്പോൾ ഇവിടെ സബ് ടേം ക്ലിയർലി നമുക്ക് കിട്ടിയത് കൊണ്ടാണ്. ഇനി സബ് ടേമുകൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഇപ്പൊ 4 ക്യാരക്ടർ വേണമായിരുന്നു, പക്ഷെ R31.0 അല്ലെങ്കിൽ R31.1 എന്ന് പറഞ്ഞ 4 ക്യാരക്ടർ ഫിൽ ആയിട്ടുള്ള സബ് ടേമുകൾ ഇല്ലായിരുന്നെങ്കിലോ? ഇനി ഈ ക്യാരക്ടറിന് മുന്നായിട്ട് റൗണ്ടിൽ ഒരു നമ്പരും പറയുന്നില്ല അല്ലെ R31ന്റെ മുമ്പിൽ. സോ ഇത് അക്സെപ്റ്റബിൾ ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇനി പറയുന്ന നമ്പർ ഉണ്ടെങ്കിലും അത് അക്സെപ്റ്റബിൾ ആണ്. ഇപ്പൊ ഇതിന്റെ മുന്നിൽ ഒന്നും പറഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു 4 പറഞ്ഞിരുന്നത്, 4 ഉണ്ടെങ്കിലും അത് അക്സെപ്റ്റബിൾ ആണ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സബ് ടേമുകൾ എടുക്കാനില്ലെങ്കിൽ നമ്മൾ എന്ത്? അവിടെയാണ് നമ്മൾ പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിളോട് കൂടി നോക്കാം. ഇവിടെ W03 എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട്. ഇതിന് മുന്നിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു റൗണ്ട് കാണാം. ഇതിൽ 7 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യും? സബ് ടേം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സബ് ടേമുകൾ ഒന്നുമില്ല, കാരണം W04 ആണ് രണ്ടാമത് കാണുന്നത്. സബ് ടേം ആവണമെങ്കിൽ W03 എന്തെങ്കിലും വരണമായിരുന്നു അല്ലെ? അത് വന്നിട്ടില്ലല്ലോ. അപ്പൊ എങ്ങനെ നമുക്ക് അത് ഫില്ലാക്കാം എന്നുള്ളത് നോക്കാം. ഒരു ICD കോഡുകൾ എന്ന് പറയുമ്പോൾ മിനിമം 3 to മാക്സിമം 7 ക്യാരക്ടേഴ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, മിനിമം 3 to മാക്സിമം 7. 3ക്ക് താഴെ അല്ലെങ്കിൽ ഒരു 2 എന്ന രീതിയിലോ അല്ലെങ്കിൽ 7ന് മേലെ 8 എന്ന രീതിയിലോ ഒന്നും നിങ്ങൾക്ക് കോഡുകൾ ഉണ്ടാവില്ല. മിനിമം 3 to 7 ക്യാരക്ടർ ആണ് ഒരു ICD കോഡ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന പോലെ തന്നെ എങ്ങനെ നമ്മളിത് ഫില്ല് ചെയ്യാം സബ് ടേമുകൾ ഇല്ലെങ്കിൽ? നമുക്ക് ആദ്യത്തെ 3 കോഡ് ഒരുപാടും ഇല്ല, അവർ തന്നെ തന്നിട്ടുണ്ട് അല്ലെ? W04. ഇനി 4 ആളില്ല, 5 ആളില്ല, 6 ആളില്ല, 7 ആളില്ല. 7th ക്യാരക്ടർ എവിടെ മിസ്സിംഗ് ആണെങ്കിലും അതത് കോഡിന്റെ താഴെ, അതായത് ഇപ്പൊ നമ്മൾ ഏത് കോഡിനാണോ 7th ക്യാരക്ടർ ഫില്ല് ചെയ്യാനുള്ളത് ആ കോഡിന്റെ താഴെ തന്നെ അവർ പറഞ്ഞിരിക്കും ഇന്ന ആളെയാണ് നിങ്ങൾ 7th ക്യാരക്ടർ ആയിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് ഇവിടെ അതാരാണെന്നുള്ളതൊന്ന് നോക്കാം. W03 എന്ന് പറയുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് 7th ക്യാരക്ടർ ആഡ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ട ആളുകളെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനുമായി ഇനിഷ്യൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം വരുന്നു എന്ന് പറയുമ്പോൾ 7th ക്യാരക്ടർ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഫോളോ ഓഫ് വിസിറ്റുകൾക്ക് സബ്സീക്വന്റിന്റെ D അപ്ലൈ ചെയ്യാം. സീക്വലി അല്ലെങ്കിൽ ലേറ്റ് എഫക്റ്റിന് S അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇനിഷ്യൽ എന്നോ സബ്സീക്വന്റ് എന്നോ സീക്വലി എന്നോ പറഞ്ഞില്ലെങ്കിൽ ഡീഫോൾട്ടിലി നമുക്ക് എന്ത് കൊടുക്കാം? ഇനിഷ്യൽ കൊടുക്കാം. ഞാൻ തൽക്കാലം ഇവിടെ A ഇട്ട് ഫില്ല് ചെയ്യുന്നു. അപ്പൊ 7th ക്യാരക്ടർ ഫില്ലായി. 4, 5, 6 ഫില്ല് ചെയ്തിട്ടില്ല. സോ മേക്ക് ഷുവർ 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 ഈ 3 പേർക്ക് മാത്രമാണ് നമുക്ക് പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഈ 3 പേർക്ക് മാത്രമേ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന X ഇടാൻ പറ്റുള്ളൂ. വേറെ ഒരു ക്യാരക്ടറിലും പറ്റില്ല. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളാം, 7 ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കോഡിന്റെ അണ്ടറിൽ നിന്നും അവർ പറഞ്ഞേക്കുന്ന ആളെ മാത്രം ചൂസ് ചെയ്യാം. 4ാമത്തെ ക്യാരക്ടറോ 5ാമത്തെ ക്യാരക്ടറോ 6ാമത്തെ ക്യാരക്ടറോ ഫില്ല് ചെയ്യാൻ ആളില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? X എന്ന് പറയുന്ന പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്യാം. നമുക്കിപ്പോ ഇവിടെ W04നെ 7 ക്യാരക്ടർ ആക്കണമായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയാ ഫില്ല് ചെയ്തത്? W04 ഇത് നമുക്ക് കോഡിൽ ആപ്ലിക്കബിൾ ആണ്. 3 ക്യാരക്ടർ കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഇട്ടിട്ട് മാത്രമേ ബാക്കിയുള്ള ക്യാരക്ടറുകൾ എഴുതാൻ റൂൾ ഉള്ളൂ. സോ നമ്മൾ അതുകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നു. ഇനി 4 ഫില്ല് ചെയ്യാൻ ആളില്ലായിരുന്നു, പ്ലേസ് ഹോൾഡർ അപ്ലൈ ചെയ്തു. 5ലും 6ലും നമ്മൾ അത് തന്നെ ചെയ്തു. ഈ പറയുന്ന 3 ക്യാരക്ടറിന് മാത്രമാണ് പ്ലേസ് ഹോൾഡർ കൊടുക്കാനുള്ള റൂളേ ഉള്ളൂ. 7ാമത്തെ ക്യാരക്ടറിന് A കൊടുത്തു. ഇപ്പം ഇവരിതാ ഈ റൗണ്ടിൽ പറഞ്ഞ 7 ക്യാരക്ടർ നമ്മൾ ഫില്ല് ചെയ്തില്ലേ? ഇനി ഇത് അക്സെപ്റ്റബിൾ കോഡായിട്ട് നമുക്ക് എടുത്തൂടെ? 1, 2, 3, 4, 5, 6, 7. സോ ഇപ്പൊ ഇതെന്താണ്? ഒരു അക്സെപ്റ്റബിൾ കോഡാണ്. ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് ഹോൾഡർ അല്ലെങ്കിൽ 7 ക്യാരക്ടർ യൂസ് അല്ലെങ്കിൽ 7th ക്യാരക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി പ്ലേസ് ഹോൾഡർ എന്താണ് എന്നുള്ളത് ഗൈഡ് ലൈൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ആൻഡ് എന്നുള്ളതാണ് ഉത്തരം. സോ നെക്സ്റ്റ് ആണ് ഇൻക്ലൂഡ് നോട്ട്.
ഒരു കോഡിന്റെ അണ്ടറിലായിട്ട് നമുക്ക് ഇൻക്ലൂഡ് നോട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ഇൻക്ലൂഡിൽ പറയുന്ന ആളുകൾ ഒന്നുകിൽ ഇവരുടെ സിനോണിം ആയിരിക്കും, അതായത് മറ്റൊരു പേരുകളായിരിക്കും, ഇല്ലെങ്കിൽ ഈ കോഡിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവരായിരിക്കും. ഇറ്റ് മീൻസ് J12ന്റെ അണ്ടറിൽ പറയുന്ന ഇൻക്ലൂഡ് കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ്ലി കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് J12. അടുത്തത് എക്സ്ക്ലൂഡ് 1 and 2. ഈ 1 and 2ൽ നിങ്ങൾ കാണാതെ മനസ്സിൽ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. 1 എന്ന് പറഞ്ഞാൽ ഒരാളും 2 എന്ന് പറഞ്ഞാൽ 2 പേരും. എക്സ്ക്ലൂഡ് 1 ഒരാൾ, 2 2 പേര്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്ക്ലൂഡ് 1 നോക്കാം. G63 എന്ന് പറയുന്ന ഈ കോഡിന്റെ അണ്ടറിൽ എക്സ്ക്ലൂഡ് 1 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലിസ്റ്റ് ഓഫ് ആളുകളെ പറയുന്നുണ്ട്. ഇറ്റ് മീൻസ് G63ന്റെ കൂടെ എക്സ്ക്ലൂഡ് 1ൽ പറയുന്നവരെ ഉപയോഗിക്കാൻ പാടില്ല, കോഡ് ചെയ്യാൻ പാടില്ല. ഈ G63യും ഈ എക്സ്ക്ലൂഡ് 1 എന്ന് പറയുന്ന ലിസ്റ്റിലുള്ള ആളുകളും കൂടെ ഒരുമിച്ച് വരില്ല. ഇതിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കണ്ടീഷനും കൂടെ ഒരാൾക്ക് ഒരുമിച്ച് വരില്ല എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു കോഡിന്റെ അണ്ടറിലും എക്സ്ക്ലൂഡ് 1ൽ കുറച്ചു പേരെ പറഞ്ഞാൽ ഈ പറയുന്ന രണ്ടാളുകളും ഒരുമിച്ചൊരു ഓപ്ഷനിൽ വരില്ല. സോ ഈ G63യും ഈ ലിസ്റ്റിലുള്ള ഒരാളുകളും ഒരുമിച്ചൊരു ഓപ്ഷനിൽ വരില്ല. നമുക്കത് വരില്ല എന്ന് പഠിച്ചു വെച്ചാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ യു ക്യാൻ ഈസിലി എലിമിനേറ്റ്. ഇത് വരില്ല എന്നുള്ള ഉറപ്പിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ കളയാൻ സാധിക്കും. ഒരാളെ വരുള്ളൂ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്ക്ലൂഡ് 2. എക്സ്ക്ലൂഡ് 2 എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ഒരുമിച്ച് വരാം എന്നുള്ളതാണ്. ഈ G52ന്റെ കൂടെ ഈ 3 കണ്ടീഷനുകൾ എന്ത് ചെയ്യാം, ഇവർക്ക് ഒരുമിച്ച് വരാം. വന്നാൽ നമ്മൾ കോഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് റൂള്. നെക്സ്റ്റ്, യൂസ് അഡീഷണൽ ആൻഡ് കോഡ് ഫസ്റ്റ്. സോ ഒരു കോഡിന്റെ അണ്ടറിലായിട്ട് കാണുന്ന കൺവെൻഷനുകളാണ് യൂസ് അഡീഷണലും കോഡ് ഫസ്റ്റും. യൂസ് അഡീഷണൽ, ഞങ്ങൾ അഡീഷണൽ ആണ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. കോഡ് ഫസ്റ്റ്, ഞാൻ ഫസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. ആരാണോ യൂസ് അഡീഷണലിൽ പറയുന്നത് അവരാണ് അഡീഷണൽ, ആരാണോ കോഡ് ഫസ്റ്റിൽ മെൻഷൻ ചെയ്യുന്നത് അവരാണ് ഫസ്റ്റ്. ഇപ്പോ ഇവിടെ K81 എന്ന് പറയുന്ന കോഡിന്റെ അണ്ടറിൽ, ഈ K81ന്റെ അണ്ടറിലാണ് യൂസ് അഡീഷണൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ടുപേരെ പറയുന്നത്. അതായത് K81 എന്ന് പറയുന്ന ഈ കണ്ടീഷനോടുകൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന കോഡിന്റെ കൂടെ ഈ രണ്ട് കണ്ടീഷനുകളും കൂടെ വന്നാൽ K81 കൊടുത്തതിന് ശേഷം അഡീഷണൽ ആയിട്ട് മാത്രമേ ഈ അഡീഷണലി പറയുന്നവരെ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്തിനാണ് അത് പഠിച്ചു വെക്കുന്നത്? ഈ അഡീഷണലി പറയുന്നവരെ ആദ്യമാണ് എഴുതിയേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്തുകൂടെ? യൂസ് അഡീഷണൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഡീഷണൽ ആണ്. ആര്? യൂസ് അഡീഷണൽ ലിസ്റ്റിൽ പറയുന്നവരാണ് അഡീഷണൽ, അല്ലാതെ ആ കോഡല്ല. ഇവിടെ K81 ഇത് ബാധകം, ഇവർക്കാണ് ഇത് ബാധകം. ഈ പറയുന്നവർക്കാണ് ഞാൻ അഡീഷണൽ ആണെന്നുള്ളത് ബാധകം. ആരുടെ കൂടെ? K81 എന്ന് പറയുന്ന കണ്ടീഷന്റെ കൂടെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആര്? കോഡ് ഫസ്റ്റ്. J12ന്റെ കൂടെ ഈ കോഡ് ഫസ്റ്റിൽ പറയുന്ന കണ്ടീഷനുകൾ വന്നാൽ കോഡ് ഫസ്റ്റിൽ പറയുന്ന ഞങ്ങൾ ഫസ്റ്റ് ആണ്. കോഡ് ഫസ്റ്റിൽ പറയുന്ന ഞങ്ങളാണ് ഇവിടെ ഫസ്റ്റ്. അതായത് J12 അല്ല, കോഡ് ഫസ്റ്റിൽ പറയുന്ന ഞങ്ങളാണ് ഫസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ J12ന്റെ കൂടെ ഈ പറയുന്ന കണ്ടീഷനുകൾ വന്നാൽ ഞങ്ങൾ ഫസ്റ്റ്. ആരാണ്? കോഡ് ഫസ്റ്റിൽ പറയുന്നവർ. ഒരിക്കലും ഈ കോഡിനല്ല ബാധകം, ആ ലിസ്റ്റിൽ പറയുന്നവരാണെന്നുള്ളത് എപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യമാണിത്. കാരണം നമ്മൾ കോഡ് ഫസ്റ്റ് യൂസ് അഡീഷണൽ എന്ന് പറയുമ്പോൾ ഇവരാണ് അത് യൂസ് അഡീഷണൽ അല്ലെങ്കിൽ ഇവരാണ് കോഡ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ മനസ്സിൽ കൊണ്ടുവരും. ഒരിക്കലും അങ്ങനെയല്ല. J12ന്റെ കൂടെ കോഡ് ഫസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ആരെ പറയുന്നു അവരാണ് ഫസ്റ്റ്. K81ന്റെ കൂടെ യൂസ് അഡീഷണൽ എന്ന് പറയുന്ന ലിസ്റ്റിൽ ആര് പറയുന്നു അവരാണ് യൂസ് അഡീഷണൽ എന്നുള്ളത് ഓർത്തേക്കാം. യൂസ് അഡീഷണൽ എപ്പോഴും എറ്റിയോളജി കോഡുകളായിട്ടും കോഡ് ഫസ്റ്റ് എപ്പോഴും മാനിഫെസ്റ്റേഷൻ കോഡുകളായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. യൂസ് അഡീഷണൽ എന്ന് പറയുന്നത് എറ്റിയോളജി ആയിട്ടും കോഡ് ഫസ്റ്റ് എപ്പോഴും മാനിഫെസ്റ്റേഷൻ ആയിട്ടുമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതേ കാറ്റഗറിയിൽ പെടുന്ന മറ്റൊരാളാണ് ഇൻ ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ. ഓക്കെ, ഇൻ ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ. ഒരു കോഡിൽ ഇൻ ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എറ്റിയോളജി കോഡുകളാണെന്നും ഞങ്ങൾ ഓൾവേസ് സെക്കൻഡറി ആണെന്നുമാണ്. ഒരുവിധം മൈക്രോ ഓർഗാനിസംസിന്റെ കോഡുകൾ ബി കാറ്റഗറി കോഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു കോഡിൽ ഇൻ ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ എന്ന് പറഞ്ഞാൽ ഈ കോഡ് പിന്നീട് ഒരിക്കലും പ്രൈമറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഞങ്ങൾ സെക്കൻഡറി ടു സമ്മൺ ആണെന്നാണ്. ഏതെങ്കിലും ഒരാളുടെ കൂടെ G63 പ്രൈമറി ആയിട്ട് കിടക്കുന്ന കണ്ടാൽ യു ക്യാൻ എലിമിനേറ്റ് ഈസിലി. ഇവരും എന്താണ്? എത്തിയോളജി കോഡുകളാണ്. ഒന്നുകിൽ എത്തിയോളജി കോഡിൽ യൂസ് അഡീഷണൽ എന്ന് പറയും, അല്ലെങ്കിൽ ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ എന്ന് പറയും.